ഹേ ഗൈസ്, അതെങ്ങനെ ശേഷം കാണിച്ചിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലൊപ്പം തന്നെ കുറച്ചധികം നമ്മുടെ ഇമിഗ്രേഷൻ പോളിസി പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ വന്നിരിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ സൈഡിൽ നിന്നാണ്. നമുക്കറിയാം, കൺസർവേറ്റീവ് പാർട്ടി മാത്രമല്ല, ലേബർ പാർട്ടിയുടെ സൈഡിൽ നോട്ട് ലേബർ പാർട്ടി, റിഫോം പാർട്ടിയുടെ സൈഡിൽ നിന്നും കുറച്ചധികം പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആക്ച്വലി 2 ദിവസമായി, എനിക്ക് 1-2 ദിവസമായി വന്നിട്ട്, പക്ഷേ നമ്മളിത് വീഡിയോ ചെയ്യാതെ ഇരുന്ന സമയത്ത് പലരും വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചേട്ടാ ഇങ്ങനത്തെ അപ്ഡേറ്റ് വന്നു, അതിനെക്കുറിച്ച് ചേട്ടൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ല എന്തേ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മളുടെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, ഇങ്ങനെയുള്ള ന്യൂസുകൾ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കൊച്ചു യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വാഗതം. യെസ് ഗായ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ UK കുറച്ചൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലേബർ പാർട്ടി വലിയ വിക്ടറി നേടി, ഏകദേശം 400 മേലെ സീറ്റുകളൊക്കെ നേടി, ലാൻഡ് സ്ലൈഡ് വിക്ടറിയൊക്കെ നേടി. UK ഇലക്ഷൻ മീൻസ് എന്താണ്, വിജയിച്ച് അധികാരം പിടിച്ചെങ്കിലും ലേബർ പാർട്ടിക്ക് ഇപ്പോൾ എന്താ പറയുക, നല്ല പ്രഷറുണ്ട്. ഓക്കെ, പല സൈഡിൽ നിന്നുള്ള, അതായത് ഇപ്പോൾ മുന്നേ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയുടെയും ഇപ്പോൾ ഉള്ള നേരെ ഓപ്പോസിഷൻ പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന റിഫോം പാർട്ടിയുടെയൊക്കെ പ്രഷർ നമ്മുടെ ലേബർ പാർട്ടിയെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള ഇമിഗ്രേഷൻ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ലേബർ പാർട്ടിയെ കൊണ്ടെത്തിക്കും എന്നുള്ളത് തന്നെ നമ്മളിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ April 1 ആയിട്ടാണ് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ ഉറ്റുനോക്കുന്ന കുറേയധികം മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ ആവട്ടെ, വർക്ക് വിസ ആവട്ടെ, ഇനിയിപ്പോൾ എസ്പെഷ്യലി നേഴ്സസിൻ്റെ കാര്യങ്ങളാവട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കിനി അറിയേണ്ടതായിട്ടും ഇല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മാസം ലാസ്റ്റ് അതിനകത്തേക്ക് വരും. അതിൻ്റെ ഇടയിലാണ് ഈ മാസം ലാസ്റ്റ് അങ്ങോട്ട് അടുക്കും തോറും പുതിയ പുതിയ പ്രപ്പോസൽ. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയാക്കേണ്ട ഒരു കാര്യമായിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനിർമ്മാണങ്ങളും വൈറ്റ് പേപ്പേഴ്സിലേക്ക് റൂൾസും പോളിസീസൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രപ്പോസലുകൾ വരുമ്പോൾ ഇതിനകത്ത് ചിലത് എടുക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഇത് നോക്കി കാണാൻ പറ്റില്ല. ചിലപ്പോൾ തള്ളാതിരിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ എടുത്തു ഏതൊക്കെ എടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. അതുമല്ല, ഇപ്പോൾ UK വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും UK പോളിസീസിനെ കുറിച്ചും UK ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ്. അതും എല്ലാത്തിനുപരി ഏജൻസികൾ പറയുന്ന മാത്രം കഥകൾ കേട്ടുകൊണ്ട് UK കയറി വരരുത്. ഇൻഫ്ലുവൻസേഴ്സ് മാത്രം പറയുന്ന ചില നിങ്ങൾ മൈഗ്രേറ്റ് ഇപ്പം ഞാൻ കണ്ടില്ല, നാട്ടിൽ മൊത്തം ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ഈ വീഡിയോസും സ്റ്റുഡൻറ്റ് വിസയുടെ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ചിലരൊക്കെ അറസ്റ്റിലായി കിടക്കുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ എടുക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ കൺസർവേറ്റീവ് കാൾസ് ഫോർ സാലറി ഹൈക്ക് ഓൺ വർക്ക് വിസ. അതായത് മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാലറി ഹൈക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതായത് നല്ല കാര്യമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. സാലറി ത്രഷോൾഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലേ, 38,700 പൗണ്ട്. എന്നാൽ എല്ലാ ജോബിനും 38,700 പൗണ്ട് അല്ല സാലറി ത്രഷോൾഡ്. ഓക്കെ, അത് ചില സ്റ്റാൻഡേർഡ് റേറ്റ്സ് വരുന്നവർക്കും അതില്ലെങ്കിൽ അതിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് അതിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ എൻട്രനിൽ വരുന്നവർക്ക് ഡിഫറെൻറ്റ് സാലറി ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ 38,700 പൗണ്ട്. അത് ഓരോ ജോബിനും വ്യത്യാസമുണ്ട്. എല്ലാ ജോബിനും ഒരേപോലെയല്ല സാലറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേ നമ്മൾ ഒരുപാട് വട്ടം അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് സാലറികളാണ് വരുന്നത്. ഒരു ഷെഫിന് കിട്ടുന്ന സാലറി ഡിഫറെൻ്റ് ആയിരിക്കാം. എല്ലാവർക്കും 38,700 പൗണ്ട് അല്ല. പക്ഷേ ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രപ്പോസൽ അനുസരിച്ചിട്ട് എല്ലാവരെയും 38,700 പൗണ്ടിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിനകത്ത് വരുന്ന ഒട്ടനവധി ജോബുകൾ നമുക്കറിയാം 23,000 പൗണ്ട് തൊട്ടാണ് അവരുടെ സാലറി, ബേസിക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് സാലറി. ഓക്കെ, ആ സ്റ്റാൻഡേർഡ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ടാണ്, 23,000 തൊട്ടും അങ്ങനെ 24, 25, 26, 27 ഇങ്ങനെയാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാം മാറ്റി എല്ലാവർക്കും ഒറ്റ സാലറി, അതായത് 38,700 പൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കും. അത് തന്നെയാണ് ഇപ്പോൾ LBC ന്യൂസിനകത്തും പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രൻസ് വിൽ ഹാവ് ടു ഏൺ മോർ ടു ക്വാളിഫൈ ഫോർ UK വർക്ക് വിസ അണ്ടർ പ്രപ്പോസ്ഡ് കൺസർവേറ്റീവ് അമെൻമെൻറ്റ് ടു ബോർഡേഴ്സ് ബിൽ. അപ്പോൾ പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു പ്രപ്പോസൽ കൊണ്ടുവച്ചിരിക്കുന്നത്, അതായത് എല്ലാവരും 38,700 പൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇനി വർക്ക് വിസ കിട്ടുള്ളൂ എന്നുള്ളത്. അതുമാത്രമല്ല, ഡിപ്പെൻഡൻറ്റ് വിസേൻ്റെ കേസിനകത്തും അതിനകത്ത് കുറേ മാറ്റങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് 23 വയസ്സിന് മേലെയുള്ള
ഡിപ്പെൻഡൻസിനെ മാത്രമാണ് അലോ ചെയ്യുള്ളൂ. പ്ലസ് എന്താ പറയുക, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2 years എങ്കിലും മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഡിപ്പെൻഡൻറ്റ് വിസ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള പുതിയ വളരെ പ്രാകൃത നിയമങ്ങൾ പോലുള്ള പരിപാടികളൊക്കെയാണ് കൺസർവേറ്റീവിയുടെ പ്രപ്പോസലിൽ വന്നിരിക്കുന്നത്. ടോറീസ് മുന്നേ ഭരിച്ചിരുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് പറയുന്നതിൽ ഒരു വലിയ കാര്യമില്ല. കാരണം ലേബർ പാർട്ടി അത് എടുക്കണം എന്നുള്ളതിന് ഒരു ഇതുമില്ല. കാരണം എടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഈ സാലറി ത്രഷോൾഡിൻ്റെ കേസിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓൾറെഡി 38,700 പൗണ്ട് കുറേയധികം ജോബുകൾക്ക് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സാലറി എന്നുള്ള ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ എല്ലാവർക്കും അത് വന്നു കഴിഞ്ഞാൽ UK ഒരാൾക്കും ജോലി കിട്ടില്ല. എല്ലാവരും തിരിച്ച് മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ ഒരു പ്രപ്പോസൽ വരുവാണെങ്കിൽ. പക്ഷേ മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, PR 10 വർഷമാക്കണം, സിറ്റിസൺഷിപ്പ് 15 വർഷത്തേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടീംസാണ്. അപ്പോൾ അത് നേരെ തള്ളി അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ പാർട്ടി. അപ്പോൾ അതേപോലെ തന്നെ ഇത് തള്ളുവോ തള്ളില്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുമാത്രമല്ല, ഫാമിലി വിസയ്ക്കും ഈ 38,700 പൗണ്ട് ബാധകമാണ്. ഇപ്പോൾ പലരും കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാവർക്കും 38,700 പൗണ്ട് ഉണ്ടെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ മണ്ടത്തരവും വിചാരിച്ചിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. പലരും നമുക്ക് 1-to-1 വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്, ചേട്ടാ ഫാമിലിയെ കൊണ്ടുവരണമെങ്കിൽ 38,700 പൗണ്ട് വേണ്ടേ? ഈ സമയങ്ങളിലൊക്കെ നമ്മളൊരു 1000 വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഗുണമായി. കാരണം 1-to-1 ബുക്ക് ചെയ്തിട്ട് വരും. തീർച്ചയായിട്ടും വരിക. എല്ലാ ഡൗട്ട്സുകളും നമ്മൾ നേരിട്ടിരുന്ന് സംസാരിക്കും. ഒരിക്കലും എന്താണ് മണ്ടത്തരമെന്ന് പറയുന്നതല്ല. പക്ഷേ നിങ്ങളത് ആ സമയം കൊണ്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, കാണാതെ പോകുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് മിസ്സായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 1-to-1 ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വരാൻ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. അതുമാത്രമല്ല, ഓവറോൾ ക്യാപ് ഫോർ ഫാമിലി വിസ എല്ലാം പറഞ്ഞിട്ട് ഒരു ക്യാപ്പ്, ടോട്ടലി ഈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ തലവെക്കുന്ന ക്യാപ്പല്ല കേട്ടോ, ഒരു ലിമിറ്റേഷൻ, ഒരു പെർ ഇയർ ഇത്ര വിസ എന്നുള്ള സെറ്റപ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡിപ്പെൻഡൻറ്റ് വിസ ആവട്ടെ, വർക്ക് വിസകളാവട്ടെ, ഇതെല്ലാം ഒരു ക്യാപ്പ് ഏർപ്പെടുത്തണം എന്നുള്ളതൊരു പ്രപ്പോസൽ കൊടുത്തിട്ട്. അതുമാത്രമല്ല, നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി വീണ്ടും അടിയുറച്ച് പറയുന്നുണ്ട്, ഇവിടെ വരുന്ന വർക്ക് വിസ എടുക്കുന്നവർക്ക് എല്ലാവർക്കും PR 10 yearsലേക്ക് ഉയർത്തണം എന്നുള്ള കാര്യം വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റിസൺഷിപ്പ് 15 വർഷത്തേക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പൂച്ചക്കുട്ടി പോലും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കില്ല. അതായത് മലയാളികൾ നിങ്ങളോട് പ്രതീക്ഷിക്കേണ്ട, ഇന്ത്യൻസ് പിന്നെയും മലയാളി നിങ്ങൾ ഇനി അത് തെറ്റിദ്ധരിപ്പിക്കണ്ട കേട്ടോ. അതിനി സംസാരിക്കേണ്ട. അല്ല, നമ്മൾ ഇന്ത്യക്കാർ ഇനി ഇവിടെ വരും തോന്നുന്നില്ല. ഒരുവിധപ്പെട്ടവരൊക്കെ വരുമായിരിക്കും, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുമായിരിക്കും. എന്നാൽ സാധാരണ വർഗ്ഗങ്ങൾ, നമ്മുടെ നേഴ്സുമാർ, കെയറേഴ്സ്, സ്റ്റുഡൻസ് ഒന്നും വരേണ്ട ആവശ്യമില്ല. ഒരു സംഭവം ഇല്ലാതെ ഇരിക്കുന്ന ഒരു PR ഒക്കെ 10-15, അതിനെക്കാട്ടി ബെസ്റ്റ് കൺട്രീസ് വേറെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതുമല്ല, അത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാം ഇവർക്ക് നമ്മളെ ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് വിചാരിക്കാം നമ്മൾ അവരുടെ ആവശ്യമില്ല. എന്നാൽ പോലും അങ്ങനെ പെട്ടെന്ന് അടിച്ചടി രീതിയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന് പോകുന്ന സമയത്ത് ഇവർ മാക്സിമം പുഷ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. മാരേജിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 പേരും 23 വയസ്സിന് മേലെ ആവണം. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 years കല്യാണം കഴിച്ച് നിങ്ങൾ കൂടെ ഇരുന്നിരിക്കണം എന്നുള്ളതൊക്കെയാണ് കേട്ടോ ക്രൈറ്റീരിയാസ് ഇങ്ങോട്ട് വരുന്നതിന്. പ്രപ്പോസലാണ് വീണ്ടും എടുത്ത് പറയാം. പക്ഷേ ഇപ്പോൾ ഈ പ്രപ്പോസൽ ചർച്ചയാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസങ്ങളിൽ ഇമിഗ്രേഷൻ നമ്മുടെ വൈറ്റ് പേപ്പർ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചർച്ചയാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ റിഫോം പാർട്ടിയുടെ ഒരു ന്യൂസും. സോ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് റിഫോം പാർട്ടിയുടെ ആ ഒരു പ്രപ്പോസലാണ് കേട്ടോ നമ്മളെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. കാരണം 5 വർഷം കഴിഞ്ഞാൽ ഇവിടെ അധികാരത്തിൽ വരുമെന്ന് ഏകദേശം കൊണ്ട് ഉറപ്പാക്കിയ ഒരു പാർട്ടിയാണ് റിഫോം പാർട്ടി. ഇപ്പോൾ ലേബർ പാർട്ടിയുടെ നമുക്കറിയാമല്ലോ, ഇപ്പോഴുള്ള ഒരു സെന്റിമെന്റ് ലേബർ പാർട്ടിക്കെതിരെയാണ്. അപ്പോൾ ഇതിനകത്ത് UK should take 1-in 1-out approach to immigration. Reform UK MP സജസ്റ്റ്, അതായത് റിഫോമിൻ്റെ ലീഡറാണ്, അതായത് ഡെപ്യൂട്ടി ലീഡറാണ് സജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് സീറോ ഇമിഗ്രേഷൻ എന്നുള്ളതാണ്. ഇല്ലീഗൽ ആൻഡ് ലീഗൽ മൈഗ്രേഷൻ ഒരു 5 yearsലേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രപ്പോസൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിന് ലീഗലും ഇല്ലീഗലൊന്നുമില്ല. ആര് വരുവാണെങ്കിലും എടുത്ത് പുറത്ത് കളയുക എന്നുള്ളൊരു സംഭവം. അതാണ് ലേബർ പാർട്ടിയുടെ. എന്തോ ഭാഗ്യത്തിൽ ലേബർ പാർട്ടിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എന്താവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നവരും പിടിച്ച് പുറത്താക്കുമോ എന്നറിഞ്ഞൂടെ, ഇനി അവർ വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. കുറേ മലയാളികളെല്ലാവരും റിഫോം പാർട്ടീനെ സപ്പോർട്ട് ചെയ്ത്, ലേബർ പാർട്ടി അല്ല റിഫോം പാർട്ടീനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് പേര് റിഫോം പാർട്ടിക്കൊക്കെ വേണ്ടി ഇലക്ഷന് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. എനിവേ നല്ലത് പ്രതീക്ഷിക്കാം. അതായത് ഇവരെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നിർത്തും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം നമ്മുടെ ട്രംപ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രീൻ കാർഡ് കൊടുത്തവരെ പോലും എടുത്ത് പുറത്ത് കളയാൻ പറ്റുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും ക്രൈംസും കാര്യങ്ങളും അങ്ങനെയുള്ളവരെ പിടിച്ച് പുറത്താക്കട്ടെ, നോ ഇഷ്യൂസ്. അത് പുറത്താക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ ഇവിടെ കുറച്ചും കൂടി സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. അത് റിഫോം പാർട്ടി പറയുന്നത് ഓക്കെയാണ്. പക്ഷേ മറ്റേ നമ്മൾ കടന്ന് ചിന്തിക്കുകയാണെന്ന് വിചാരിക്കേണ്ട, എന്നാലും എല്ലാവരും കടന്നു പോകും എന്ന് പറയില്ലായിരിക്കും. ഇല്ലേ അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടൊരു കാര്യം. അപ്പോൾ 5 ഇയേഴ്സിലേക്ക് എന്താ പറയുക, നെറ്റ് സീറോ, അതായത് സീറോ ഇമിഗ്രേഷൻ, അതായത് സസ്പെൻഡ് ചെയ്യുക 5 ഇയേഴ്സിലേക്ക് ഇമിഗ്രേഷൻ എന്നുള്ളത് കേട്ടോ. കാരണം അതിനകത്ത് കണക്കും കാര്യങ്ങളും കുറേ ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട്, ഈ ഒരു പെറ്റീഷൻ സപ്പോർട്ട് ചെയ്തിട്ട് ഏകദേശം 2,20,000 സിഗ്നേച്ചേഴ്സൊക്കെ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പെറ്റീഷന് വേണ്ടിയിട്ട് കേട്ടോ. വൻ സപ്പോർട്ടാണ് റിഫോമിൻ്റെ ഇങ്ങനത്തെ ഉള്ള പരിപാടികൾക്കും കാര്യങ്ങൾക്കൊക്കെ വൻ സപ്പോർട്ടുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയിൽ തന്നെ നമ്മുടെ ലേബർ പാർട്ടി ടീംസ് നുള്ളിയിട്ടുണ്ട്. അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ വരുന്നത് നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ടുള്ള, 4 വർഷത്തിന് ശേഷമുള്ള ഒരു ഇതാണ് ഞാൻ ആലോചിക്കുന്നുള്ളൂ. കാരണം 4 വർഷത്തിന് ശേഷം നമ്മുടെ റിഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ് എനിക്ക്. ഇപ്പം എന്തായാലും വരാൻ പോകുന്നില്ല. കാരണം നെറ്റ് സീറോ എന്നുള്ള പരിപാടിയൊന്നും വരാൻ പോകുന്നില്ല. ഇവർ പറയുന്ന മെയിൻ കാര്യം തന്നെ NHS കൂടുതലും ഇമിഗ്രൻസിനെയാണ് അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത്. അത് NHS മാത്രമല്ല, കുറേയധികം മേഖല ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇപ്പോൾ IT മേഖലയാണെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് മെയിനായിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അതങ്ങോട്ട് പിടിക്കുന്നില്ല, പിടിക്കുന്നില്ല. ലേബർ പാർട്ടിക്കും പിടിക്കുന്നില്ല, റിഫോം പാർട്ടിക്കും പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കണ്ടിരിക്കാം, കേട്ടിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അതിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, മറ്റൊന്ന് ഷെയർ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലിങ്ങനെ എനേബിൾ ചെയ്യുക. ഇതറിയാത്ത സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നിയമങ്ങൾ വന്നതും ഇപ്പോൾ പോലും അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. പക്ഷേ ഈ ഒരു സാധനങ്ങളൊന്നും അധികം പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം അവസാനം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നുള്ള വലിയൊരു ഇമിഗ്രേഷൻ പോളിസി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന സമയമാവാറായി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് തന്നെയാണ് ഇവന്മാരുടെ പ്ലാനുകളും. അതിനകത്ത് എന്തൊക്കെ നിയമങ്ങളും വരും എന്നുള്ളതൊക്കെ നമുക്ക് കാതോർത്തിരിക്കാം. ഞങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തെന്നായിരിക്കും ചാനൽ എത്തുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കടമ ബൈ.